ഹേ ഹായ്. അപ്പം ഇന്ന് നമ്മൾ ഇന്നുള്ളത് പുളിമൂട്ടിൽ ബീച്ചിലാണ്. അപ്പം ഞാൻ മുന്നത്തെ വ്ളോഗ് കാണിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ബീച്ചിൽ നിന്ന് പുളിമൂട്ടിലേക്ക് കയറുന്നതാണ്. അപ്പം ശരിയായ പുളിമൂട്ടിലേക്ക് കയറുന്ന വഴി എന്ന് വെച്ചാൽ ഇതാണ്. സോ ഇവിടുന്ന് അങ്ങോട്ട് അറ്റത്ത് വരെ നടക്കാനുണ്ട്. അപ്പം ഇവിടെ നമുക്ക് കുറേ ആൾക്കാർ ചൂണ്ടയിടുന്ന കാണാം. സോ നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ചൂണ്ടയിടുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ മെയിനായിട്ട് വന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് അക്വേറിയത്തിൽ കുറച്ച് വുഡും കാര്യങ്ങളും വേണം. അപ്പം ഇവിടെ ബീച്ചിൻ്റെ കുറച്ച് അങ്ങോട്ട്, അതായത് കല്ല് ഞാൻ അന്ന് വ്ളോഗ് കാണിച്ചതിന് കല്ല് കുറച്ചിങ്ങനെ അട്ടിക്ക് വെച്ചത്, അതായത് വെള്ളത്തിൻ്റെ ഒഴുക്കിനെ തടയാനും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം അവിടെ കുറച്ച് വുഡും കാര്യങ്ങളും ഉണ്ടാവും. സോ നമ്മൾ അതെടുക്കാനാണ് മെയിനായിട്ട് ബീച്ചിലേക്കുന്നത് അല്ലേ ഗൈസ്. അപ്പം ഇന്ന് ലീവായതുകൊണ്ട് തന്നെ പിള്ളേരടന്ന് ഫുട്ബോൾ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സോ നമ്മളിങ്ങനെ നടന്നു പോവാം. ഓക്കെ, ഇവിടെ ഇപ്പം ഈ അടുത്തായിട്ട് കുറേ ആൾക്കാർ ചൂണ്ടയിടുന്നു. പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ, പണ്ടെല്ലാം കുറവായിരുന്നു. പണ്ട് നമ്മൾ ഈ സംഭവത്തിൽ സൈക്കിൾ ഓടിച്ചിട്ട് അതുവരെ പോലുണ്ട്, അറ്റം വരെ പോലുണ്ട്. അറ്റം വരെ അല്ല, കുറച്ച് മുന്നേ അങ്ങനെ പോലുണ്ട്. ഇതിലൊന്നും നീങ്ങല്ല. പണ്ട് എൻ്റെ ചവിട്ടി 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 മരിക്കല. അതെല്ലാം ഒരു കാലല്ലേ. സോ ബീച്ച് നല്ല കാറ്റടിക്കുന്നുണ്ട്, അത്യാവശ്യം ഒഴുക്കുമുണ്ട്. കാരണം എന്ന് വെച്ചാൽ മഴ കണ്ടിന്യൂസ് ആയി പെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ഒഴുക്കും കൂടിയിട്ടുണ്ട്. എനക്കൊന്ന് നമുക്ക് ഇങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മൾ വുഡ് പരുത്തി കുറേ ഉണ്ട്. അപ്പോഴത്തേക്ക് കട്ടിയില്ലല്ലേ. സോ ഈ ഒരു ചേട്ടൻ ഇവിടെ മീൻ പിടിക്കുന്നുണ്ട്. നല്ല രസമാണ്. നമുക്കൊരിക്കൽ ട്രൈ ചെയ്യണമല്ലേ മീൻ പിടിക്കൽ, ചൂണ്ടയിടலாம். പക്ഷെ നമ്മളിവിടെ ചിലപ്പം വരും, മീനൊന്നും കിട്ടൂല. വല്ല വലയോ അല്ലെങ്കിൽ കച്ചറയോ അതല്ലേ കിട്ടും. ഞാൻ ഇതുവരെ ചൂണ്ടിയിട്ടിട്ട് ഒരു മീൻ പോലും കിട്ടിയില്ല. ആകെ ഒരു തവളേനെ കിട്ടി. അത് ഞാൻ കോർത്തിട്ട ഒരു എരേനെ പിടിക്കാൻ വന്ന തവള. നമ്മൾ കുറേ കാലത്തിന് ശേഷം ഇതിലേ നടന്നു പോകും. കാരണം വെച്ചാൽ മടിയാണ്. കാരണം ഇതിൽ നടന്നാലും എത്തൂല. നമ്മളെ അതിലെ അപ്പുറത്തെ ബീച്ചിൻ്റെ അടുത്ത് കാറ് പാർക്ക് ചെയ്തിട്ട് വരില്ല. ഞാനിപ്പം വീഴട്ടി അതെ കാക്കകൾ. നമ്മുടെ നാട്ടിൽ വീട്ടിൻ്റെ അടുത്തൊന്നും കാക്കൊന്നും ഇല്ല. ഇവിടെ വന്നാൽ മാത്രമേ കാക്കകളെല്ലാം കാണും. ഇവിടുന്ന് അങ്ങോട്ട് വെള്ളം അടിക്കുന്ന നോക്കി. അന്ന് ഞാൻ വന്നപ്പോ നല്ല വെള്ളം കൂടി. ഏത് ഇവിടെ എല്ലാം ഇനി ഇട്ടതാണെന്ന് അറിയില്ല. നമ്മള് സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ തലയടിച്ച് വീഴും. കാരണം കാലം തന്നെയാ മതി. ഒന്നാമത് ഇവിടെ വെള്ളം, കല്ല് വെള്ളമുണ്ട്. അവിടെ നമ്മൾ നടക്കുമ്പോ അവിടെ ഓ അയ്യോ നനഞ്ഞാ കുളിച്ചാ. കിട്ടിയാ വെള്ളം അടിക്കുന്നൊക്കെ കുളിപ്പിക്കും. വെറുതെ അല്ല ഇവിടെ കല്ല്. നമുക്കൊരു സ്ഥലത്ത് വെക്കാം എന്തായാലും, അതായിരിക്കും നല്ലത്. കാരണം എടുത്ത് നടക്കല് എത്ര നടക്കേണ്ടി വരും? അങ്ങോട്ടാ ആരെങ്കിലും എടുക്കുവാടുന്നു, എടുത്തെറി. നമുക്ക് നോക്കാം. ഇതിന്റെ ഉള്ളിലെല്ലാം കിഴിഞ്ഞ് പണ്ട് നമ്മള് കിട്ടിയാ കണ്ടാ. ഇതാണ് ബീച്ചിൽ വന്നാലേ ഇതാണ്. നമുക്ക് ഇങ്ങനത്തെ ഡ്രിഫ്റ്റ് വുഡെല്ലാം എടുത്ത് ഇന്നലെ 1/2 കിലോന് എത്ര 500 കൂടുതലുണ്ടായില്ലേ. നമ്മള് പെറ്റ് ഷോപ്പ് പോയപ്പം ഏകദേശം ഇതുപോലത്തെ അല്ല, നല്ല ക്വാളിറ്റിയിലെ സാധനം. കടലിൽ നിന്ന് വെള്ളം അടിച്ചിങ്ങനെ വരിക. ഇങ്ങനെ അടിച്ച് വരിക. സോ നമ്മളിങ്ങനെ നോക്കി പോവുക. കാരണം ഇവിടുന്ന് അങ്ങോട്ട് ഇനി എന്തായാലും നമുക്ക് വുഡ് കിട്ടും. കിട്ടിയാ പോരാ. ഓരോന്ന് ശേഖരിച്ച് ഓരോ സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. വരുമ്പോൾ അത് ഉണ്ടാവും അറിയില്ല. കടൽ കണ്ട് അടിച്ചു വരുന്നു. ഇതിനിടയ്ക്ക് ഇവിടെ ഒരു
ബോട്ട് പൊട്ടിയിട്ട് പകുതിക്ക് പൊട്ടിയിട്ട് വാർത്തയിലുണ്ടായി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല, ഞാൻ കാണിച്ച രസത. ഇതാണ് ആ ബോട്ട്. സോ നമ്മൾ ഡ്രിഫ്റ്റ് വുഡ് അന്വേഷിച്ച് വന്നപ്പം ഇവിടെ ഫുള്ളുണ്ട്. 1000 ഡ്രിഫ്റ്റ് നമ്മളിങ്ങനെ തല്ലാൻ വേണ്ടിട്ട്. പക്ഷെ കരി പിടിച്ചു പോയി. വേറെ കത്തിച്ചോ കരിഞ്ഞു പോയി. ഇങ്ങനത്തെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം അക്വേലത്തിൽ നമുക്ക് കുറച്ച് സെറ്റപ്പ് ആക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ടൈപ്പ് സാധനമാണ് നോക്കുന്നത്. ഇങ്ങനത്തെ ഷേപ്പിലുള്ള സാധനം നമ്മൾ വരുന്നത്. ആ പൊടി ഇതിൽ വെച്ചാ വെള്ളം കൊണ്ട് അങ്ങനെ ദ്രവിച്ച് പോയി അല്ലേ, പൊടിഞ്ഞു. പിന്നെ അതിലെന്തെങ്കിലും ബാക്ടീരിയ കാര്യങ്ങളുണ്ടെങ്കിൽ മീനെ ബാധിക്കുകയും ചെയ്യും. അതെ. അപ്പൊ നമ്മള് ബീച്ചിലേക്ക് ഇറങ്ങി. ബീച്ചിൽ ഭയങ്കര വേസ്റ്റ്. അതായത് മഴക്കാലം ആയതുകൊണ്ട് തന്നെ കടലിലെ എല്ലാ സാധനവും കടൽ എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഇതിന്റെ കൂടെ വേസ്റ്റും കാര്യങ്ങളും. ബീച്ചിന്റെ ഒരു ഭംഗി പോയി അല്ലേ, ഒരു ഇത് പോയി. ഇവിടുന്നെല്ലാം ഒഴുകി വന്ന ആ സാധനം. പക്ഷെ കടലെടുത്ത് അങ്ങ് കയറ്റി ഇങ്ങോട്ട് ഫുള്ള് വൃത്തികേടായി. ഇപ്പം ഇതിൽ നോക്കിയേ, ചപ്പും ചവറും അങ്ങനെയാണ്. കടലിൽ എന്ത് വീണാലും അത് കടലിൽ ഇങ്ങോട്ട് എടുത്ത്. പക്ഷെ കടലിൽ വിടുന്ന കണ്ടോ നിങ്ങൾ, നല്ല വൃത്തിയാ. പക്ഷെ ഇങ്ങോട്ട് നോക്കുമ്പോ ഫുള്ള് പോയി. അപ്പൊ നമ്മള് പരിധി നല്ലൊരു വുഡ് എന്ന് പറയാൻ ആകെ കിട്ടിയ സാധനം ഇതാണ്. സോ നിങ്ങൾക്ക് ഇത് കാട്ടായി തോന്നും. നമുക്കിത് അക്കേരത്തിലുള്ള ഇത് നമ്മളിനി വരച്ച് മിനുസാക്കിയെല്ലാം എടുക്കും. അത്യാവശ്യം വൃത്തിയുണ്ട്. നമ്മള് അന്ന് കണ്ട മസ്കുലർ ഷേപ്പിലൊരു നായ അന്ന് ഉണ്ടായിരുന്നു. ഇതാണ്ടാ. പക്ഷെ നമുക്ക് ശരിയായൊരു ഡ്രിഫ്റ്റ് കിട്ടി. ഇതാണ് സാധനം. ഇതിൽ നിന്നൊരു പീസ് കിട്ടിയാൽ തന്നെ മതി നമുക്ക് അല്ലേ. ഏകദേശം നമ്മള് ആ പുളിമുട്ട്, അതായത് അത്രയും ദൂരത്തുനിന്നാണ് നമ്മൾ നേരത്തെ ഉണ്ടായ ഇത്രയും ദൂരത്തേക്ക് നമ്മൾ നടന്നു. സോ നമുക്ക് കുറച്ച് ഡ്രിഫ്റ്റ് വിട്ടെല്ലാം കിട്ടി. നമ്മൾ വീണ്ടും തപ്പ ഏതെങ്കിലും വെറൈറ്റി ഷേപ്പിലെ സാധനങ്ങൾ ഉണ്ടോ. അതെ, ശരിയായ ഇതിലും അതായത് നമ്മൾ ഇതുവരെ കണ്ടതിൽ ശരിയായ സാധനം. പക്ഷെ ഇതെങ്ങനെ കൊണ്ടുപോകും എന്നാണ് നമ്മള്. എടാ വെയിറ്റ് ഇല്ല. ഓ പൊന്തിക്കും വെയിറ്റ് ഉണ്ടാവും. ഇത് ശരിയായ സാധനം, നല്ല കളറും. നമ്മള് ഇപ്പം അങ്ങേയറ്റത്ത് വീണ്ടും തിരിച്ചെത്തി. കാരണം നമ്മള് ടയറിന്റെ അടുത്ത് കുറച്ച് ഡ്രിഫ്റ്റ് വിട്ട് കലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്തണത്ര എന്നാലും. സോ ഇന്നത്തെ കാർഡിയോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 2 കിലോമീറ്റർ നടന്നു. അങ്ങനെയാണ്. കടലിങ്ങോട്ട് കേറി വരുന്നുണ്ട്. നമ്മള് ആ സാധനത്തിന് പൊള്ളിക്കാൻ ട്രൈ ചെയ്യാം. ആരെറിഞ്ഞു പൊള്ളിക്കാൻ നോക്കാം. നേരണ ഇത് പിടിക്കോ. ഓ ജസ്റ്റ് മിസ്. സംഗി വെള്ളം വരുന്നുണ്ട്. സെയിം എന്റെ പോയ പോലെ പോയി. അടുത്ത ഒന്നുകൂടെ എറി. ഞാനെന്താ എടുക്ക. കിട്ടിയാ ആവട്ടെ. നീ പിടി. ഞാൻ ആവേശായി കുറച്ചെടുക്കാം. ഓ മിസ്സായി പോയി. കാരണം ബീച്ച് ഫുള്ള് അലങ്കോലാക്കി ഇവൻ. മണ്ണെല്ലാം ആവേശായി ഫുള്ളറിയല്ലേ. ഇനി ഇത്രയും സാധനം ഒന്നും കൊണ്ടിട്ട തലമണ്ടക്കറിയൊക്കെയല്ലേ. ഇല്ല, നമ്മൾ അന്വേഷിച്ച് സാധനം എടുത്തേ. നമ്മൾ പൊട്ടിച്ചെടുത്തു. ഒന്നുകൂടെ എടുക്കാം അല്ലേ. ഇതും കൂടെ പൊട്ടിച്ചെടുത്താലോ. ഇത് പൊട്ടുവാ നോക്ക്. ചവിട്ടി പിടിച്ച് നോക്ക്. വരൂല.
അത് അടിച്ചു പൊട്ടിക്കണ്ടേ. നേരത്തെ ടയറിൽ കലക്ട് ചെയ്ത് വെച്ചത് അതിൽ വെള്ളം കയറും. നമ്മൾ നേരത്തെ ടയറിൽ കലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നോക്കാൻ ഉണ്ടാവും. ആ ഉണ്ട് ഉണ്ട്. നോക്കണം. ഓക്കെ പോവാ. സോ ഗൈസ് വേറൊരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്തു നോക്കാം. ആ ഇത് സെറ്റ് സാധനം പക്ഷെ വരുന്നില്ല. പൊട്ടിച്ചു നോക്കാം നമുക്ക്. പൊട്ടിച്ചെടുക്കും. ട്രൈ ചെയ്ത് അനങ്ങുന്നില്ല സാധനം. ഒരു പീസ് പൊട്ടിച്ചെടുത്തു പക്ഷേ അനങ്ങുന്നില്ല. ഇതിൻ്റെ ഉള്ളിലേ പോവാം. ഇതിൻ്റെ ഉള്ളിലേ പോയാലും നമുക്ക് അങ്ങോട്ട് എത്താം. സോ നമ്മളെ ബാക്കിൽ ഒരു കൂട്ടം ചൂണ്ടക്കാർ ചൂണ്ടിടുന്ന ടീം ഇവിടെ ഉണ്ട് കുറേ അല്ലേ. ഇത് പൊട്ടുമോ? പക്ഷേ നമുക്ക് ഇത് ചവിട്ടി പൊട്ടിച്ച് ഇരുന്നെടുക്കാം. അതായിരിക്കും നല്ലത്. ഓക്കെ നോക്കാം. ഐസ് ഇവിടെ ബർത്ത്ഡേ പാർട്ടി ആഘോഷിച്ചവരാന്ന് തോന്നുന്നു. ഫുൾ കേക്കിൻ്റെയും ഇതിൻ്റെയും വേസ്റ്റ് ഇട്ട് ഇവിടെ അലമ്പാക്കിനി. എന്താ അറിയില്ല. കാരണം ഇതിൻ്റെ ഉള്ളിൽ വന്ന ആൾക്കാർ ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കും പക്ഷേ അലമ്പാക്കും ഇങ്ങനെ വേസ്റ്റ് ഇട്ടിട്ട്. നിങ്ങൾ ആരെങ്കിലും ബർത്ത്ഡേ പാർട്ടി ബീച്ചിൻ്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ അരുവത്തിനോ ആഘോഷിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്ന സാധനം കൊണ്ടുപോവുക. അതന്നെ. കാരണം ഇങ്ങനത്തെ നല്ല സ്ഥലങ്ങളിലൊന്നും നിങ്ങൾ വേസ്റ്റ് ഇട്ട് പോകരുത്. അവിടെ എല്ലാവരും ബർത്ത്ഡേ പാർട്ടി ആഘോഷിച്ച അവിടെ ഫുള്ള് വേസ്റ്റ് ഇട്ടിട്ട് പോയിട്ടാണല്ലേ വൃത്തികേടാക്കിയ സ്ഥലം. നമുക്ക് വലിയൊരു ഡ്രിഫ്റ്റ് വുഡ് കിട്ടി മനസ്സിലാം. കാരണം എന്ന് വെച്ചാൽ ഇതൊന്നും മതി നമുക്ക്. ഇതിന് ബീച്ചിൽ നിന്ന് കൊണ്ടുപോകല ഡസ്ക്. നമ്മൾ വന്ന വഴിയല്ല, വേറൊരു വഴിയിൽ നടന്നു പോവാണ്. അതായത് ബീച്ചിൻ്റെ അടുത്തുള്ള വഴി തന്നെയാണിത്. മുന്നേ ഇത്ര കാട് പിടിച്ച സ്ഥലമായിരുന്നില്ല, പക്ഷേ ഇപ്പം നല്ല കാട് കയറി മഴ വരുന്നതിന് മൂലം. ഇതിലേ പോകാൻ പറ്റുമോ? പോവാം. സോ കാട് പിടിച്ചൊരു വഴിയാണ്. വേഗം നടക്കണം, അല്ലെങ്കിൽ പാമ്പോ കാര്യങ്ങളുണ്ടാവും ഓടാൻ പറ്റും. ഇല്ല ആ ടർഫിൻ്റെ അടുത്തെത്തി. നമുക്ക് ഇതിലേ നടന്നാലോ? അതിലേ നടക്കാം. നമ്മളിവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കുകയാണ്, പക്ഷെ നമുക്ക് ഉള്ളതായി നമ്മളങ്ങനെ തിരിച്ചു പോവാണ്. ഇനി നമ്മളെ നേരെ വീട്ടിലേക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ട് വരാം. വണ്ടി നമ്മൾ അപ്പുറത്തോട്ടാണ് പാർക്ക് ചെയ്ത്. കുറച്ച് ദൂരമുണ്ട് നടക്കാൻ. നമ്മൾ ഈ ചെറിയ തട്ടുകട, അതായത് ബീച്ചിൻ്റെ അടുത്താണ് ഈ തട്ടുകട. ഉമ്മണീസ് തട്ടുകട എന്ന പേര്. സോ നമ്മളിവിടെ നിന്ന് ചായ പറഞ്ഞിട്ടുണ്ട്, ചായ കുടിക്കുക. സോ നമുക്ക് അത് കുടിച്ചിട്ട് നേരെ തിരിച്ചു പോകാം. ആയിരിക്കും നല്ല. എല്ലാ പരിപാടിയും കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. സോ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായി, അതും വാങ്ങി. സോ അങ്ങനെ വീട്ടിലെത്തി. സോ അപ്പം ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. സോ അടുത്ത വ്ളോഗിൽ നാളെ കാണാം. സോ ബൈ.